ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ആരും കാണാതെ പോരുത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ സഹോദരിയോട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും. ആ പുള്ളിക്കാരിയുടെ പേജോ അല്ലെങ്കിൽ യൂട്യൂബോ ഒക്കെ പോയിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. സംഘികൾക്ക് അടിച്ചണ്ണാക്കി കൊടുക്കുന്ന ഒരു സഹോദരി, ഒരു ഹൈന്ദവ സഹോദരിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ ജന്തർ മന്ദറിലെ സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് UP സ്വദേശിയായിട്ടുള്ള ജുനൈദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ. ആ സഹോദരൻ അവിടെ വന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ളൊരു മനുഷ്യന് ഇത്രയും വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നു ഒക്കെയായിരുന്നു ചർച്ചകൾ വന്നതും. ഇപ്പം ഈ ഒരു ജൻസി വിപ്ലവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ജൻസി വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് സപ്പോർട്ട് കൊടുത്തു. ഈ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന വലിയ വലിയ മുതലാളിമാർ, അല്ലെങ്കിൽ ഇത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് എന്ന് കരുതുന്ന ഈ രാജ്യത്തോട് കൂറുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വിദ്യാർത്ഥികളെ അകം വഴിഞ്ഞങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം സ്വിഗ്ഗി വഴിയൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ തലയ്ക്കകത്ത് ചാണകം കയറിയിട്ടുള്ള സംഖ്യകളുണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമം എന്ന് പറയുന്ന ഒരു ഒന്നാന്തര സെപ്റ്റി ടാങ്ക് ആയിട്ടുള്ള ഈ മലൻ TV ഇതിനകത്തൊക്കെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞത് വിദേശ ഫണ്ട്, പിന്നെ അമേരിക്കയിൽ നിന്ന് ഫണ്ട് വരുന്നു, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടുന്നൊക്കെയാണ് ഈ ഫണ്ട് വന്നുകൊണ്ട് ഇവരെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേൾക്കാൻ കാത്തിരുന്നു ഈ മരവണ്ടന്മാരായിട്ടുള്ള സംഘികളും സംഘിണികളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും അഴിഞ്ഞങ്ങോട്ട് ആടാൻ തുടങ്ങി. ഈ ലസിത കുണുകുണു വാവാന്ന് പറയുന്ന ഈ ഒരു അമ്മായി, പിന്നെ മുഖം കണ്ടാൽ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന ഒരു പരമചെറ്റ അനന്തപുരി വ്ളോഗ്സ്, ഇവർക്ക് കൊടുക്കുന്ന ഈ സഹോദരി കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് മിസ് ചെയ്യരുത് കേട്ടോ. ഈ അമ്മായി കിടന്നുകൊണ്ട് കുരയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടതിന് ശേഷം നമ്മുടെ സഹോദരി കൊടുക്കുന്ന മറുപടി മാസ് കേട്ടാ, കണ്ടോ. എല്ലാവർക്കും നമസ്കാരം. മുഹമ്മദ് ഷാജി ഇതാരാണെന്നല്ലേ? അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാര്, ഗൾഫിലുള്ള ചെറുപ്പക്കാരാ ഡൽഹിയിലെ മറ്റേ CJPന്റെ പ്രതിഷേധത്തിന് അയച്ചത്. അപ്പൊ 23 ചെറുപ്പക്കാർക്കും വേണ്ടുന്ന പൈസ, ടിക്കറ്റ്, വിമാന ടിക്കറ്റ്, ഇതൊക്കെ ഈ ചങ്ങായിക്ക് എവിടുന്ന് കിട്ടി? ചങ്ങായി വലിയൊരു കൊച്ചുമുതലാളിയാണെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ഇവനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഇടുന്നത്. അതായത് മുഹമ്മദ് ഷാജി, ഈ മുഹമ്മദ് ഷാജി മുഖാന്തരമാണ് ഈ 23 പേര് CJPയുടെ പ്രതിഷേധ പ്രകടനത്തിന് ഇവിടേക്ക് വന്നത്, ഡൽഹിയിലേക്ക്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മള് ഇതൊക്കെ കഴിഞ്ഞു അങ്ങോട്ടേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്ന ഒരു ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇതിന്റെ സ്രോതസ്, ഇതിന്റെ ഉറവിടം, ഇത് എങ്ങനെ വന്നു, ഇവന്റെ ഫണ്ട് എവിടുന്ന, ഇതൊക്കെ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും അറിയുന്നത് വരെ നിങ്ങൾക്കിത് പറ്റുവാണെങ്കിൽ ഈ മുഹമ്മദ് ഷാജി കാണുന്നത് വരെ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടോളുന്നേ. ഷാജി കാണട്ടെ അല്ലേ? 10 വയസ്സാടെ വിവരം അടുത്തൂടെ പോലും പോയിട്ടില്ല ഈ തള്ളക്ക്. നേരം വെളുക്കുമ്പം മേക്കപ്പ് ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണയടിക്കുക. ഇതാണ് ഇവളുടെ പരിപാടി. അപ്പൊ മുഹമ്മദ് ഷാജിയുടെ സ്ഥാപനത്തിലുള്ള 10-30 പേര് ഈ ഡൽഹിയിൽ വന്ന് ഒളിച്ചും പാത്തുമൊന്നും അല്ല കേട്ടോ വന്നത്. അവര് പാസ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ വിസ ഉണ്ട്. അവർ നമ്മുടെ നാട്ടിൽ വന്നു, ഈ സമരത്തിൽ പങ്കെടുത്തു, അവർ വീഡിയോ ഒക്കെ ചെയ്ത് അവർ തിരിച്ച് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ കേന്ദ്രമന്ത്രിയാണല്ലോ പറഞ്ഞത് ഈ ഒരു സമരത്തിന് വിദേശ ഫണ്ടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്രവാദ സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ സമരത്തിൽ കണ്ട ഒരു കാര്യമുണ്ട്, ഈ സമരം ഇത്രയധികം ശക്തി പ്രാപിച്ചപ്പോൾ ഇതിനെ പൊളിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് സംഘി വേട്ടാവളിയന്മാരെ തിരികെ കയറ്റി ഈ സഹോദരിമാരെ തല്ലുന്നതും ലാത്തി കൊണ്ട് പ്രൈവറ്റ് പാർട്ടിലൊക്കെ കുത്തുന്നതും വണ്ടികൾ അടിച്ചു പൊളിക്കുന്നതും അതുപോലെ തന്നെ വ്യാജന്മാരായിട്ടുള്ള സംഘി കളസ വിട്ടവന്മാർക്ക് വടിയും കൊടുത്ത് ഈ വിദ്യാർത്ഥികളെ തല്ലാൻ ഇറക്കിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഇതെല്ലാം പൊള്ളിച്ച് പണ്ടാരമടക്കി പിള്ളേരെ അങ്ങോട്ട് കൈ കൊടുത്തു. കാരണം അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവരുടെ തലയിൽ തലച്ചോറാണ്, ചാണകമല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നിട്ടും അമ്മായിയുടെ കരച്ചിലിനൊരു കുറവില്ല. ഇനിയിലെ സഹോദരിയുടെ മറുപടി അത് വേറെ ലെവൽ കേട്ടാ. ചാണകങ്ങൾ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഈ ശാഖയിലുള്ള ചാണകങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്, ശാഖയ്ക്ക് പോലെ വേണ്ടാത്ത ഇതുപോലത്തെ കുറെ മണ്ണ ചാണകങ്ങളെ കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. പിന്നെ കുണയടിയിൽ നല്ല വശമുണ്ടെന്ന് തോന്നുന്നു. ഈ കാശ് മാറ്റി നക്കി കൊടുത്തും തുടച്ചു കൊടുത്തും ഒക്കെ നല്ല വശം ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണല്ലോ ചേട്ടാ. അയ്യോ, വീട്ടുകാരെയും മക്കളെയും കൂടെ അഡ്മിഷൻ എടുപ്പിക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് അറിഞ്ഞ കാര്യങ്ങളാണോ സംഭവം? ഈ മൊണ്ണന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ശാഖക്കാരെ അടുപ്പിക്കുന്നില്ല. നോക്കുമ്പോ ശാഖയിൽ ഇപ്പൊ കുറെ വേക്കൻസി ഉണ്ടെന്നാണ് തോന്നുന്നത്. ശാഖയ്ക്ക് വേണമെന്ന കുറച്ച് കാര്യങ്ങൾ ബുദ്ധിയില്ലായ്മ, തലയിലെ ചാണകം, വിദ്യാഭ്യാസമില്ലായ്മ, ഉളുപ്പില്ലായ്മ, നാണമില്ലായ്മ, ഇതൊക്കെയാണല്ലോ. പിന്നെ രാജ്യദ്രോഹവും. അതെല്ലാം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ശാഖയ്ക്കകത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് പോയി കൈയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് ആണ് അണ്ണന്റെ ഈ പറയുന്ന വീഡിയോ. ശാഖക്കാർ പോലും അടുപ്പിക്കാത്ത
ഒരു തരം വികൃതമായ കൃമിയാണ് ഈ പറയുന്ന അണ്ണൻ. രാത്രിയാകുമ്പോൾ MDMA ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് കഞ്ചാവ് പിടിച്ച് നാളെ റോട്ടിൽ തന്നെ ക്യാമറ ഡാൻസും കളിച്ച് ഇതുകൂടെ കൊണയടിക്കുന്ന ടീമുകൾക്ക് ആരോ നല്ലൊരു വലിപ്പിച്ച് ആ കൊണ കാണാൻ വേണ്ടി നമ്മളെ പാറ്റകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി അവിടെ മൂഞ്ചി. നിന്റെ മനസ്സിൽ മൊത്തം തീവ്രവാദികളായിരിക്കും. അപ്പോൾ നാട്ടിക്കിടക്കുന്ന എല്ലാവരെയും ഹിന്ദു തീവ്രവാദികൾ എന്നൊക്കെ തോന്നും. ഹിന്ദു ആണെന്നൊന്നും പറഞ്ഞളയല്ലേ. ഈ കുറിയിട്ട് മാലയിട്ട് ഹിന്ദുക്കളെ അപമാനിക്കരുത് ദയവേത്. ബാക്കിയുള്ളൊരു വിശ്വാസത്തോടു കൂടി പോകുന്നിടത്തെ നിന്നെ പോലത്തെ കുറെ മൊണ്ണന്മാര് പോയിരുന്നു രാമന്റെ പോക്കറ്റ് അടിച്ചോണ്ട് പോയിട്ട് ഹിന്ദു ആണെന്ന് ദയവേത് പറയരുത്. രാജ്യദ്രോഹി. ഇമാതിരി വന്ന് ഒരു സംസ്കാരമില്ലാതെ ലൈവിൽ വന്ന് ഇമാതിരി കൊണയടി പറയുന്ന നിന്റെ രീതിയുണ്ടല്ലോ, നിന്റെ വിലയുണ്ടല്ലോ. വിദ്യാഭ്യാസം ഇല്ലാത്ത, ഗതിയില്ലാത്ത, രാജ്യദ്രോഹിയായിട്ടുള്ള ചാണകം മൊണ്ണെ. എനിക്ക് വേണമെങ്കിൽ നിന്നെ സുഖമായിട്ട് കേസ് എടുത്ത് കൊടുക്കാൻ ഒരു പാടുമില്ല. പക്ഷെ ഇത് നീ എന്റെ പിച്ചായിട്ട് കണ്ടാ മതി. കാരണം നിന്റെ സ്വന്തം മോളെ പ്രായമുള്ള പെണ്ണിന്റെ വായിരിക്കുന്ന നീ ഇത് കേൾക്കാൻ വേണം. ഇതിന്റെ സങ്കടം നീ തീർക്കാൻ വേണ്ടിട്ട് കുറച്ച് ചാണകം ഇങ്ങനെ ഉരുട്ടി തിന്നാൻ വേണം. ചാണകം പിന്നെ ഗോമൂത്രം എന്നൊക്കെ ശരിയാ, ചാണകത്തിന് വരെ പവിത്രതയുണ്ട്. ചാണകത്തിനേക്കാളും നല്ലത് പട്ടിക്കാട്ടമാണെന്നാണ് ഞാൻ കേട്ടത്. പൊട്ടാസ്യം കൂടുതലുണ്ടെന്ന്. ഒന്ന് മുണിങ്ങി നോക്ക്, കുറച്ച് ബുദ്ധി വരട്ടെ. ബുദ്ധി വരണമെങ്കിലേ കുറച്ച് വിദ്യാഭ്യാസം വേണം. അതൊന്നും എനിക്കില്ല. ഈ CJP സമരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് എന്താ പറയാ ജെൻസി കുട്ടികൾ ഇതിനൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് അത് കണ്ടിട്ടാണ് ഇവന് വല്ലാത്ത ഊത്തലും ചൊറിച്ചിലും ഒക്കെ ഉണ്ടായത്. അതായത് ഇവൻ പറഞ്ഞതാണ് സംസ്കാരം, മക്കളുടെ പ്രായമുള്ള അത് പെൺകുട്ടികളാണ് എന്ന് പോലും നോക്കാതെ ഇവരെ വന്നിട്ട് പാച്ച അസഭ്യവും തെമ്മാടിത്തരമാണ് ഈ നായിന്റെ മോൻ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കൊണയടിച്ചത്. ആ സഹോദരി പറഞ്ഞേട്ടാ, അത് പിച്ചയായിട്ട് തോന്നിയാൽ മതി, ഇല്ലെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് അകത്താക്കാനായിട്ടുള്ള വകുപ്പ് നീ ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. കാരണം ആ കുട്ടിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ നായ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ലസിത കുണുണുവാവയെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. കാരണം വായിന്ന് വരുന്ന മൊത്തം വിവരക്കേടും ഇതുപോലത്തെ ചില പൊട്ടത്തരങ്ങളൊക്കെയാണ്. അല്ലാതെ ഇതുപോലെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഈ നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പറയുമ്പോഴത്തേക്ക് ഉടനെ ഇവന്റെ മറ്റേതങ്ങോട്ട് തിളച്ചങ്ങോട്ട് പൊന്തും. ഹിന്ദുവിനെ പറയുന്നു, മതത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാ നിനക്കാരടാ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ അട്ടിപ്പിറവാശം തന്ന നായ? നീയാണടാ ഹിന്ദു? നീ ഹിന്ദുക്കളെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള പിഴച്ചു പറ്റ സന്തതിയടാ ചെറ്റെ. നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ വീഡിയോ ആയിട്ട് വാ, അപ്പൊ നിനക്ക് ഇതിനുള്ള മറുപടി ഞാൻ തരാം. നീ അവനെ കൊതിന്നുകൊണ്ട് കൊണച്ചോണ്ടിരിക്കുന്നല്ലാതെ നീ പുറത്തോട്ട് ഇറങ്ങടാ. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നീ കളിക്ക്. ഞാനൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ നിന്റെയൊക്കെ സംഘപരിവാറിന്റെ മറ്റിടത്തൂടെ നടന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തെമ്മാടിത്തരങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ ഒന്നും പറയാനോ നമ്മളൊന്നും ആളല്ല കേട്ടോ. ആ സമൂഹത്തെ പറയാനും നമ്മൾ ആളല്ല, ഇന്നവരെ പറഞ്ഞിട്ടുമില്ല. നിന്നെപ്പോലുള്ള തെണ്ടിത്തരം കാണിക്കുന്ന അമ്മയും പങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത ചെറ്റകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നീ ഹിന്ദുവിനെയും പൊക്കിക്കൊണ്ട് ഇനി വന്നാൽ ഈ ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ നിന്റെ മെഡിലോ ഒബ്ലാങ്കോട്ട് അടിച്ചു പൊളിക്കും കേട്ടാ വൃത്തികെട്ടവനെ. എന്തായാലും ആ സഹോദരി കൊടുത്ത മറുപടി കിട്ടില്ലേ അല്ലേ, മാസല്ലേ? അപ്പൊ ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ സഹോദരിക്ക്. ഓക്കെ.